പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഉയർപ്പ് കാലഘട്ടത്തിൻ്റെ സമാപനത്തേക്ക് നീങ്ങുകയാണ്. അടുത്ത ഞായറാഴ്ച കൂടി കഴിഞ്ഞാൽ പെന്തക്കോസ്ത് തിരുനാളിലേക്കും പിന്നീട് ശ്ലീഹ കാലത്തേക്ക് നാം പ്രവേശിക്കും. ഉയർപ്പ് കാലഘട്ടത്തിലെ അവസാന ഞായറാഴ്ചത്തേക്കൊക്കെ വരുമ്പോൾ വിധിയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളാണ്, ദൈവവചനമാണ് നമുക്ക് സഭാ ധ്യാനത്തിനായിട്ട് നൽകുന്നത്. അതായത് തിന്മയ്ക്ക് ശിക്ഷയുണ്ട്, നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. വെളിപാടിൻ്റെ ദൈവം വെറും ഒരു പരാശക്തിയല്ല, മറിച്ച് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ ശാസിക്കുകയും തെറ്റിന് തക്കതായ ശിക്ഷ നൽകുകയും ശരിക്ക് സമ്മാനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവിക വെളിപാടിൻ്റെ ദൈവം എന്ന കാര്യം, കരുണാസമ്പന്നനായ ഒരു വ്യക്തിയാണ്, നീതിനിഷ്ഠനായ വ്യക്തിയാണ് എന്ന പാഠം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ വചനഭാഗങ്ങളിലൂടെ. ആദ്യത്തെ തന്നെ വായന കടന്നു വരുന്ന നോഹയുടെ ഉടമ്പടിയെക്കുറിച്ചാണ്. നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന ജലപ്രളയത്തിന് ശേഷമുള്ള ഒരു ഉടമ്പടി. വാസ്തവത്തിൽ അത് ആദ്യ ഉടമ്പടിയാണ്. ജലപ്രളയത്തെ അവതരിപ്പിച്ചിരിക്കുന്ന പാപത്തിനുള്ള ശിക്ഷയായിട്ടാണ്, പൊതുവായിട്ടുള്ള ശിക്ഷ. ആ ശിക്ഷയിൽ ആരംഭിക്കുന്നതാണ് അവസാനം വരുന്ന അന്ത്യവിധിനാളിലെ മനുഷ്യപുത്രൻ്റെ കടന്നുവരവിലൂടെ സംജാതമാകുന്ന വേർതിരിക്കൽ, നന്മയും തിന്മയും വേർതിരിക്കലും, തിന്മയെ കഠിനമായി ശിക്ഷിക്കുന്നതും നന്മ സ്വർഗപിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് നീങ്ങുന്നതുമായ കാര്യം അവസാനത്തിൽ വരുന്ന കാര്യമാണ്. ആദ്യ ഭാഗങ്ങളിൽ വരുന്ന ഈ നോഹിൻ്റെ ജലപ്രളയം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ പഠനത്തിന് വിധേയമാകുമ്പോൾ അത് അന്ന് നിലവിലിരുന്ന ചില പുരാണ ഇതിഹാസങ്ങളിലൂടെ ഈ സത്യം ദൈവജനത്തിന് മുമ്പിൽ ആവിഷ്കരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. അതായത് എല്ലാ ജനതകളിലും അവരുടെ പുരാണ ചരിത്ര ഇതിഹാസങ്ങളിൽ ഇത് വലിയ ഒരു ജലപ്രളയത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ബാബിലോണിയൻ ഇതിഹാസങ്ങളിൽപ്പെട്ട ഗിൽഗമേഷ് എപ്പിക് എന്ന് പറയുന്ന ഒരു ഇതിഹാസമാണ് ഈ ജലപ്രളയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നോഹൻ്റെ ജലപ്രളയത്തിന് വിവരണത്തിൻ്റെ പിമ്പിൽ നിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥകാരന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രതിപാദന വിഷയം. അതിലൂടെ ദൈവികമായ രഹസ്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, അല്ലാതെ ആ ഇതിഹാസം അതെവിടെ എടുത്ത് അവതരിപ്പിക്കുകയല്ല. എന്തായിരുന്നു ആ ഇതിഹാസം? അതായത് ഗിൽഗമേഷ് എന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത ഉറ്റ മിത്രമായിരുന്നു എൻകിഡു എന്ന് പറയുന്നയാൾ. ഈ എൻകിഡു നിര്യാതനായി. മരണഭീതിയാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമത. അപ്പോൾ ഗിൽഗമേഷ് ആവപ്പാടെ ഭയപ്പെട്ട് ഓടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവികനായ ഉപ്നാപിസ്തീം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക്, അദ്ദേഹം അർത്ഥ ദൈവമാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിത്യത കൈവരിച്ച ഒരു മനുഷ്യനാണ്, ഇപ്പം മരണത്തിന് അതീതമായി നിൽക്കുന്നയാൾ. അതിൻ്റെ അകത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിന് ചോദിച്ചത് എങ്ങനെയാണ് അമർത്യത നേടിയത്. ഗിൽഗമേഷ് എപ്പിക്കിൻ്റെ വിഷയമായി പറയും എങ്ങനെ അമർത്യത നേടി. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അതായത് ദേവതകൾ തമ്മിൽ വലിയ മത്സരമുണ്ടായി. അപ്പം ദേവതകൾ തമ്മിൽ മത്സരമുണ്ടായപ്പോൾ അവർ ഒരു വെള്ളപ്പൊക്കത്താൽ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം എയ എന്ന് പറയുന്ന ഒരു ദേവത ഉത്നാപിസ്തീം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അടുപ്പ ബന്ധമുള്ളയാളായിരുന്നു. അപ്പം ദേവലോകത്തെ ഈ തീരുമാനം, ഈ രഹസ്യം ഉത്നാപിസ്തീമിന് വെളിപ്പെടുത്തി കൊടുത്തു എയ എന്ന് പറയുന്ന ദൈവം. അപ്പം പറഞ്ഞു കൊടുത്ത് നീ ഒരു പേടകം ഉണ്ടാക്കണം, ആ പേടകത്തിൽ 70 മീറ്റർ നീളവും വീതിയും ഉള്ളതായിരിക്കണം, അതിനകത്ത് മറ്റാരും ഇത് അറിയാനിടയാവരുത്, മറ്റാരും അതിനകത്ത് പ്രവേശിക്കരുത്, ദന്തിനാ പണിയെന്ന് നീ നുണകൾ പറയണം. അപ്പോൾ അങ്ങനെ അതിനകത്ത് പേടകത്ത് എല്ലാവരും കയറണം. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും, 7 ദിവസം ദീർഘിക്കും. അപ്പം നീ അതിനകത്ത് രക്ഷപ്പെടും.
അതുകൊണ്ട് നീ പക്ഷികളെ അയക്കണം. 3 പ്രാവശ്യം പക്ഷികളെ അയക്കുന്നുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞ് ഉസ്നാപിഷ്ടവും കുടുംബവും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ദേവതകൾക്ക് വേണ്ടി ബലി അർപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ഭാഗമാണ് ഇതിനകത്ത് വരുന്ന ഒരു വലിയൊരു കാര്യം. ഇപ്പം അതുകൊണ്ട് അങ്ങനെ നിലനിന്നിരുന്ന ഒരു ഇതിഹാസമാണത്. ആ ഇതിഹാസത്തെ എടുത്തിട്ട് ദേവതകളുടെ പരസ്പര അസൂയയോ മത്സരമോ ഒന്നുമല്ല, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം ആയിട്ട്, തെറ്റിന് ശിക്ഷയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ജലപ്രളയത്തെ അവതരിപ്പിച്ചത്. അവിടെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആരും തമ്മിലുള്ള ഏതെങ്കിലും പ്രതികാര ചിന്തയല്ല. മനുഷ്യൻ ചെയ്ത തിന്മകൾക്കുള്ള, കഠിനമായ തിന്മകൾക്കുള്ള ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ജലപ്രളയത്തിലൂടെ കാണിക്കുന്നതും. ഈ ദേവതകൾ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പരിഭ്രാന്തരായി. പക്ഷേ ദൈവം പരിഭ്രാന്തനൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും പഠിപ്പിക്കുകയാണ് ഈ ജലപ്രളയത്തിൻ്റെ വിവരണത്തിലൂടെ. ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നിലനിന്നിരുന്ന ഒരു ഇതിഹാസം അതേപടി എടുത്തിട്ട് അതിനകത്ത് ദൈവീയ വെളിപാടിന് ചേരാത്ത കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ മനുഷ്യകുലത്തിന് തിന്മയ്ക്ക് ശിക്ഷയുണ്ടാകും, തെറ്റിന് ശിക്ഷയുണ്ടാകും എന്ന ശക്തമായ പ്രബോധനം നൽകുകയാണ്. 9-ാം അധ്യായം 38 തൊട്ട് 17 ഒരു വാക്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കാം. അവിടെ അതിൻ്റെ സമാപനത്തിൽ ദൈവം ഉടമ്പടി ചെയ്യുക. അപ്പം അതുകൊണ്ട് ശാസിക്കുകയും ശിക്ഷിക്കുകയും ദൈവം കരുണാസമ്പന്നനാണ്. അതുകൊണ്ട് നിത്യമായി നശിപ്പിക്കലല്ല, വിശുദ്ധീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ദൈവത്തിൻ്റെ പ്രത്യേകത. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ജലപ്രളയത്തിന് ശേഷമാണ്. അതോടൊപ്പം തന്നെ നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ആദ്യ ഭാഗം. അപ്പോൾ ആദ്യ ഉടമ്പടി എന്ന് വേണമെങ്കിൽ പറയാം, രക്ഷാചരിത്രത്തിലെ ആദ്യ ഉടമ്പടിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ആ ഉടമ്പടിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിരുപാധിമ ഉടമ്പടിയാണ് എന്ന് പറഞ്ഞാൽ വാഗ്ദാനമാണ്. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരുത്തുകയില്ല, പുഴി നശിപ്പിക്കാൻ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. അങ്ങനെ ദൈവം തുറന്നള്ളിച്ചത്. അതായത് ദൈവം തന്നെ പറയാൻ, ഇനി ഒരിക്കലും ഞാൻ വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെ നശിപ്പിക്കുകയില്ല. എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങൾ എൻ്റെ വില്ല ഞാൻ സ്ഥാപിക്കും. ഇതൊക്കെ മനസ്സിലാക്കുന്ന അക്ഷരാർത്ഥത്തിലല്ല. അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചിക രഹസ്യങ്ങളെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അടയാളമായിട്ട് എടുത്ത് കാണിക്കുകയും ഈ നിലനിൽപ്പിന് ദൈവം നിശ്ചയമായും ഇടവരുത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല പ്രത്യക്ഷത്തിനും നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള ഉടമ്പടി ഓർക്കും ഞാൻ. അതായത് ഓർക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് ഒരു അർത്ഥമാക്കും. ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവജാലങ്ങളെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം അബ്രഹാമിനെ ഓർത്തു എന്ന് പറയുമ്പോൾ സൊദോം ഗൊമോറയിലെ എല്ലാ മനുഷ്യരും നശിച്ച് തീർന്നപ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തും അബ്രഹാമിന് രക്ഷ പ്രദാനം ചെയ്തു. ദൈവം നോഹയിൽ ചെയ്തു, ഭൂമുഖത്തുള്ള സർവ്വജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും എന്ന് പറയുന്ന ഭാഗം നമുക്ക് നൽകപ്പെട്ടിരിക്കും. ഇതെന്തിനാ ഇന്ന് നൽകിയിരിക്കും? അതായത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം ശിക്ഷയുണ്ട് തിന്മയ്ക്ക് എന്നത് ആ കാര്യം അരക്കെട്ട് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ സഭ നൽകുകയാണ്. വേദപുസ്തകത്തിൽ നിന്ന് തിന്മയ്ക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ശിക്ഷ ആത്യന്തികമായി നശിപ്പിക്കലല്ല, വിശുദ്ധീകരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഉടമ്പടിയായിട്ടാണ് എടുത്ത് കാണുന്നത്. ഇവിടെ ആ ഉടമ്പടിക്ക് മുൻകൈ എടുക്കുന്ന മനുഷ്യനല്ല, ദൈവം തന്നെയാണ്. മനുഷ്യൽ നിന്ന് അനുസരണം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് നിരുപാധികമായ ഉടമ്പടിയാണ്, ഏകപക്ഷീയമാണ്, സാർവത്രികമാണ്.
ആ മഴവില്ലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് സാർവത്രികമായ ഉടമ്പടിയാണ്. ഇത് പ്രാപഞ്ചിക ഉടമ്പടി, ഒരു കോസ്മിക് കവനൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പ്രപഞ്ചം ഇന്നത്തേക്ക് നിലനിൽക്കും ദൈവത്തിൻ്റെ പരിപാലനയിൽ. അത് ദൈവം ഓർമ്മിക്കും. അതായത് ദൈവം തൻ്റെ ജനത്തിന് രക്ഷ പ്രദാനം ചെയ്യും. അതുകൊണ്ട് എല്ലാ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് പരസ്പരം ശത്രുത, ക്രൂരത ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ദൈവം ശിക്ഷിക്കും. ഇപ്പം ജലപ്രളയത്തിന് മുൻപുള്ള അവസ്ഥയെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ 6-ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ ജഡമാണ്, എൻ്റെ ചൈതന്യം അവനിലില്ല. നാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, മനുഷ്യൻ ജഡികമായി ചിന്തിക്കുന്നവൻ ഒരിക്കലും ജീവൻ അനുഭവിക്കില്ല, മരണത്തിലേക്കാണ്. ആത്മാവുമായിട്ട് ചിന്തിക്കുന്നവൻ ജീവനിലേക്കാണ്. അപ്പം ഇത് മനുഷ്യൻ ജഡമാണ്, അവൻ ഒരിക്കലും എൻ്റെ ചിന്തയില്ല എന്ന കാര്യം, അതുകൊണ്ട് അവനെ സൃഷ്ടിച്ച് ഞാൻ പരിതപിച്ചു എന്ന് പറയുന്ന ഭാഗം അതിൽ നിന്ന് തുടരുന്നതാണ് 9-ാം അധ്യായത്തിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ജഡികമായ താല്പര്യങ്ങൾക്ക് വിധേയമായി ദൈവപദ്ധതിക്കെതിരായിട്ട് പോയതിനുള്ള ദൈവത്തിന് പ്രത്യുത്തരമാണ് ജലപ്രളയം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ മനുഷ്യനെതിരെയുള്ള അക്രമം, മനുഷ്യൻ തന്നെ എതിരെയുള്ള അക്രമം ദൈവത്തിനെതിരെയുള്ള അക്രമം. മനുഷ്യൻ്റെ സർവ്വ നന്മവും നേട്ടങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം പരിപാലനയും കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഈ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം അതൊരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്ന്. എല്ലാ അക്രമങ്ങളും ഈ 3-ാം തീയതി, ഇന്നലത്തെ ദിനത്തിലല്ലെങ്കിൽ 3-ാം തീയതി എന്ന് പറയും, ഈ ദിവസത്തിൽ മെയ് 3, 2023 മെയ് 3 ആകുമ്പോൾ മണിപ്പൂരിലെ അക്രമം തുടങ്ങിയിട്ട് 1 വർഷം പൂർത്തിയാവും. എന്തുമാത്രം സാധാരണ ജനങ്ങളാണ്, പാവപ്പെട്ട ജനങ്ങളാണ് അക്രമത്തിന് വിധേയമായത്. 10,000-കണക്കിന് ആളുകൾ നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് അഭയാർത്ഥികളായി. ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് പരിക്കേറ്റ്, മുറിവേറ്റ്, അതിനൊക്കെ ഉപരിയായിട്ട് പോലീസിൽ അഭയം പ്രാപിച്ച യുവതികളെ പരസ്യമായി ബലിതീർത്ഥിയുടെ ദക്ഷനാക്കി കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്തി. അപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരുന്ന അതിഭയങ്കരമായ ക്രൂരതയ്ക്ക് അതിർത്തിയൊന്നുമില്ല. ഇതൊക്കെ ശിക്ഷിക്കപ്പെടും എന്നെങ്കിലും ദൈവത്തിൻ്റെ സമയത്ത് സംശയരഹിതമായിട്ട് പഠിപ്പിക്കുകയാണ്. മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണ്. ഇതുപോലെ ക്രൂരതയുണ്ടാകാൻ പാടില്ല. മെയ്റ്റി, കുക്കി എന്ന 2 വിഭാഗങ്ങൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അവർ മനുഷ്യരാണ്, 2 കൂട്ടം മനുഷ്യരാണ്. അപ്പോൾ എല്ലാം തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നീങ്ങിയില്ലേ. അപ്പം അതുകൊണ്ട് അതൊരു വല്ലാത്ത ഈ പ്രതിഭാസം ലോകം മുഴുവൻ നിലനിൽക്കുന്നു. എത്രമാത്രം 10,000-കണക്കിന് 35,000 പേരോളമാണ് ഗാസയിൽ ഈ അക്രമത്തിലൂടെ ജീവൻ വെടിഞ്ഞത്. ഒക്ടോബർ 7-ാം തീയതി നടത്തിയ അതിഭയങ്കരമായ ക്രൂരതയ്ക്കുള്ള ഫലമായിട്ടായി ശിക്ഷയായിട്ട് അത് വന്നിരിക്കുന്നതെങ്കിലും ഈ രക്തച്ചൊരിച്ചിലിൻ്റെ അന്തം ഉണ്ടായിട്ടില്ല, അവസാനം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അസർബൈജാനിൽ പ്രത്യേക വിഭാഗത്തെ മുഴുവൻ അവിടുന്ന് നാടുകടത്തി അവിടെ അർമേനിയയിലെ പട്ടിണി പാവങ്ങളായിട്ട് ഇപ്പം അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൂടുന്ന സാഹചര്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ മനുഷ്യൻ്റെ ക്രൂരത നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശിക്ഷയാണ് ഈ പറഞ്ഞു വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഇടപെടൽ. അതുകൊണ്ട് അക്രമികൾ ശിക്ഷിക്കപ്പെടും. ഇപ്പം ബൈബിളിലെ ദൈവം നീതിയുടെ ദൈവമാണ്, അതേസമയം കരുണയുടെയും ദൈവമാണ്. മനുഷ്യകുലത്തെ പരിപൂർണമായിട്ട് നശിപ്പിക്കുകയില്ല, എന്നാൽ ശിക്ഷിക്കും. പ്രവാചകന്മാർ മുമ്പേറ്റ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്. അതായത് ചരിത്ര അവസാനം ശിക്ഷ ഉണ്ടായിരിക്കും. ലോക ചരിത്രത്തിൻ്റെ അവസാനം മനുഷ്യകുലത്തെ ശിക്ഷയ്ക്ക് വിധേയമാക്കും. പ്രവാചകന്മാർ വ്യക്തമായി പഠിപ്പിച്ച യെശയ്യാ പ്രവാചകന്റെ 24-ാം അധ്യായം 16-23 വാക്യങ്ങളിൽ ഭൂമി താങ്ങുന്ന അകൃത്യം എത്ര ഭാരമേറിയതാണ്. കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂപതികളെ ഭൂമിയിലും ശിക്ഷിക്കും. അവരെ ശേഖരിച്ച് ഇരുട്ടിൽ തടവുകാരായി സൂക്ഷിക്കും. അനേക ദിവസങ്ങൾക്ക് ശേഷം ശിക്ഷിക്കും. ദൈവജനമായി, അതായത് ശിക്ഷ ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് നമുക്കൊട്ടും സംശയം വേണ്ട. നന്മയുടെ പക്ഷത്തേക്ക് വേണം നാം മാറി നിൽക്കാനായിട്ട്. ജെറമ്യാ 4-ാം അധ്യായം 28, 23, 26 വാക്യങ്ങൾ പറയുന്നു, കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൻ്റെ നഗരങ്ങളെല്ലാം നിലം പതിച്ചു, എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും. അപ്പം അതുകൊണ്ട് ഒരു സമയത്ത് ഏതെങ്കിലും വിഭാഗം മുഷ്ടി ചുരുട്ടി അക്രമം കാണിച്ച് വിജയം ഭരിച്ചു എന്ന് വിചാരിച്ച് അഹങ്കരിക്കേണ്ട കാര്യമില്ല. തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ട് സംഘടിതമായിട്ട് തിന്മ ഇന്ന് ആഞ്ഞ് മനുഷ്യനെ ആക്രമിക്കുന്ന ഘട്ടങ്ങളായി ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നു.
തിന്മയെ നന്മയായിട്ട് അവതരിപ്പിക്കുന്ന രീതി, അന്ധകാരത്തെ പ്രകാശമായിട്ട് അവതരിപ്പിക്കുന്ന രീതി, നുണ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട്, നുണ ഗീബൽസ് പഠിപ്പിച്ചത് അതാണ്. ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാൽ മനുഷ്യൻ ശരിയാണെന്ന് ധരിച്ചുകൊള്ളും. അങ്ങനെ നുണ തന്നെ പറയുന്ന ഒരു പ്രതിഭാസം നിരന്തരമായി നമ്മളെ ശ്വാസം മുട്ടിപ്പിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണെങ്കിൽ ഇത് തന്നെയാണ്. ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ അദ്ദേഹം 2:30 പാതിരായ്ക്ക് വണ്ടി എടുത്തിട്ട് തൃശ്ശൂർ ചെന്ന് തിരിച്ചു വന്ന് പിറ്റേ ദിവസം 9 രാത്രിക്ക് 9:30 ആയപ്പോഴേക്കുമാണ് ഒരു ഭരണാധികാരികൾ 2 പേര്, സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ, അവർക്ക് വഴി മാറിക്കൊടുക്കേണ്ട ആളുകൾ, ഇത്ര കഷ്ടപ്പെട്ട് വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിന് അതിനെ വാസ്തവത്തിൽ കരുണയോടുകൂടി കാണേണ്ട ആളുകളും അതിനെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അവർക്ക് ഇടം കൊടുത്തില്ല, വഴി കൊടുത്തില്ല എന്ന് കൊടുത്തുന്ന അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട്, ഹുങ്കിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് വിദൂരത്തിൽ നിന്ന് വന്ന ഡ്രൈവറെ വിഷമിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും 2 കിലോമീറ്റർ പോയിക്കൊണ്ട് അവസാനിപ്പിച്ച് തൻ്റെ വീട്ടിലൊന്ന് പോയി തൻ്റെ കുഞ്ഞിനേക്കാൾ താല്പര്യപ്പെട്ട് വരുന്നിടത്ത് അയാളുള്ള പ്രതികാരം തീർക്കാൻ ഇടത്ത് വശത്ത് കൂടി കവർ ചെയ്ത മുമ്പിൽ വന്ന് സീബ്ര ലൈനിൽ വന്നുകൊണ്ട് ബസ്സിനെ തടഞ്ഞു നിർത്തിയ ചിത്രം നാം കണ്ടപ്പം നമ്മളെ ലജ്ജിച്ച് തലതാഴ്ത്തിയില്ല. ആരാ ചെയ്ത്? അതിൽ ആ ഭരണാധികാരി അവിടെ പോയി നിന്നുകൊണ്ട് അതുപോലെ വല്ല കാര്യമുള്ളതാണോ? സാധാരണ തരം താഴ്ന്ന ആളെ പോയിരുന്ന ചർച്ചയ്ക്ക് അവിടെ നിന്നുകൊണ്ട് വിളിക്കാനും പരസ്പരം ഒച്ച വെക്കാനും വല്ല കാര്യം ഉണ്ടാകും. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ പോയി ഓഫീസിൽ പോയിട്ട് ചെറിയൊരു കടലാസ് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ പോരെ, ഈ വണ്ടിയുടെ നമ്പരും കൊടുത്താൽ നടപടി എടുക്കില്ലേ? ഇതൊന്നും ഇല്ലാതെ തന്നെ താനാണ് പരമാധികാരി വ്യക്തി പരസ്യം. അത് ആരാണെന്നറിയാമോ ഞാൻ എന്നുള്ള മട്ടിലാണ് ചോദ്യം. ഞാൻ ആരാണെന്നറിയാമോ? ഈ മണ്ടിപ്പെണ്ണ് വിചാരിക്കണ്ടേ ഈ ജനം കൊടുത്ത വോട്ടില്ല എങ്കിൽ ഇവിടെ എന്തായിത്തീരും? അഹങ്കാരത്തിൻ്റെ പൂർണ്ണതയില്ലേ? ഒരു പ്രശ്നമില്ലാതെ കടത്തിവിടേണ്ട ഒരു കാര്യം, യാതൊരു കാര്യമില്ലാതെ വെറുതെ എന്നിട്ട് വലിയ ചർച്ച സംസ്ഥാനത്ത് കൊണ്ട് വരുത്തി വെച്ചിട്ട് തന്മയും തിന്മയും തമ്മിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ധാർമ്മികതയും തമ്മിൽ ആരോടാ പക്ഷം ചേർന്ന് നിൽക്കുന്ന ഭരണാധികാരി മനുഷ്യനെ ഉറ്റുനോക്കുക. ആരോടാ ഭരണാധികാരി ചേർന്ന് നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ അന്ന് രാത്രി വീട്ടിൽ പോകാൻ തിരപ്പെട്ട ആളുടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെളുക്കുന്ന വരെ അവിടെ ഇരുത്തിയിട്ട് ആണ് പിന്നീട് പറഞ്ഞായി അറസ്റ്റ് ചെയ്ത് ലഹരി പരിശോധനയ്ക്ക് വിധേയമായി. അതേ സമയത്ത് ഔദ്യോഗികമായ വണ്ടിയിലല്ലായിരുന്നു, പ്രൈവറ്റ് കാറിലാണ് വന്ന് രാത്രി ആഘോഷം കഴിഞ്ഞ് വന്നതാണ്. ആഘോഷം കഴിഞ്ഞ് വന്നവരുടെ അവർക്ക് ലഹരി ഉണ്ടോ എന്ന് അന്വേഷിക്കാനൊന്നും മുതിർന്നില്ല. ആ കാര്യമൊന്നും ചിന്തിച്ചേ ഇല്ല. അവർ ചെയ്ത് ഓപ്പൺ തെറ്റാണെന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യം. നിയമവിരുദ്ധതയാണ്, നിയമ ലംഘനമാണ്. സർക്കാരിൻ്റെ പ്രവൃത്തിയെ തടയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയാണ് നിർത്തിയതിന് സീബ്ര ലൈനിലാണ്. തെറ്റ് തന്നെയാണ്. ഇതൊന്നും പരിഗണിക്കാതെ നേരെ മറിച്ച് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ചിന്തിക്കുന്ന അധികാരത്തിൻ്റെ കീഴേ കിടന്ന് കൈകുപ്പി നിൽക്കുന്ന പോലീസുകാരുടെ കഷ്ടം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ തിന്മ അങ്ങ് കടന്നു കൂടി വരുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കും, ലോകം ഇരുട്ടില്ല എന്ന്, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്ന ശിക്ഷയുണ്ടാകും. ഇവിടെ മനുഷ്യൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് തിന്മ ശിക്ഷയ്ക്ക് വിധേയമാവുന്ന സംശയമില്ല. അത് കാലത്തിന് തെളിവിൽ ദൈവത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അക്കാര്യത്തിൽ സംശയമൊന്നുമുണ്ട്. ജോവേൽ പ്രകാശൻ 2:30-31 പറയുന്നു, കർത്താവിൻ്റെ മഹത്വം ഭയാനകവുമായ ദിനം ആകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരവും ചന്ദ്രൻ രക്തവുമായി മാറും. കർത്താവ് നാം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നോക്കിക്കേ, പ്രപഞ്ചം തന്നെ ശിക്ഷയ്ക്ക് വിധേയമാകും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഇതന്നെ പുതിയ നിയമത്തെത്തുമ്പോൾ മർക്കോസിന് സുവിശേഷം 13-24-25 ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രം ആകാശത്ത് നിബദിക്കും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദൈവത്തിൽ എന്നാ ചെയ്യാൻ പറ്റും? നിസ്സഹായനായ ജീവൻ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്വർഗത്തിൽ എന്നാ ചെയ്യാൻ നമുക്ക് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആയത്, അന്ത്യസമയം വരെ ഈ നന്മയും തിന്മയും തമ്മിൽ വളരാൻ ദൈവം അനുവദിക്കും. കാരണം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്നത് കൊണ്ടാണ്. അതായത് കളയും വിളയും ഒന്നിച്ച് വളരാനായിട്ട് അനുവദിക്കും. പക്ഷെ അന്ത്യവിധിനാളിൽ മനുഷ്യപുത്രൻ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും, എന്നിട്ട് അതിശക്തമായ നടപടിയിലേക്ക് നീങ്ങും. പത്രോസിന്റെ 2-ാം ലേഖനം 3:12 പറയുന്നു, ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിവസത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുകയും ഈ പ്രപഞ്ചം മുഴുവൻ ശിക്ഷയ്ക്ക് വിധേയമാകുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയം അത് നമുക്ക് ചോദ്യം ചെയ്യാൻ ആവുന്നതല്ല എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച്.
ഈ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണെങ്കിലും ദൈവപുത്രൻ പറഞ്ഞിരിക്കുന്ന ആ സമയത്തെക്കുറിച്ച് പിതാവിനല്ലാതെ ഇനി പുത്രനെ പോലും അറിയാൻ പാടില്ല എന്നുള്ളത്. അതുപോലെ വെളിപാടിന്റെ പുസ്തകം 8:7-12 പറയുന്നു, നാലാമത്തെ ദൂതൻ കാഹളം മുഴക്കിയപ്പോൾ സൂര്യന്റെ 3-1, ചന്ദ്രന്റെ 3-1, നക്ഷത്രങ്ങളുടെ 3-1 തകർക്കപ്പെട്ടു. തന്മൂലം അവരുടെ 3-1 ഇരുണ്ടുപോയി. അഗ്നിയാലുള്ള ശിക്ഷയെക്കുറിച്ചൊക്കെ അറിഞ്ഞു വരും. അപ്പം ഇതൊക്കെ തിരുവചന ഭാഗങ്ങൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളാരും പേടിക്കേണ്ട കാര്യമില്ല. ഈ തിന്മ ചെയ്യുന്നവർ ഇങ്ങനെ പന പോലെ വളർന്നു പോകുന്നു, അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ദൈവിക വെളിപാടിന് ദൈവം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കും. നീ ചെയ്യേണ്ടതാ, നീ നന്മയോട് ചേർന്ന് നിൽക്കാം. അത് പിന്നീട് പുതിയ നിയമത്തിലെത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് കർത്താവും പറയുന്നുണ്ട്. 10-25-39-46 വാക്യങ്ങളിൽ വിധിയാളൻ ഈശോ മിശിഹായാണ്. അവൻ്റെ മുമ്പിൽ എല്ലാ ജനങ്ങളെയും വിളിച്ചു കൂട്ടപ്പെടും. അവന് ചെമ്മരിയാടുകളെയും വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശം നിർത്തും. ഇങ്ങനെയാണ് ഇപ്പം നിത്യ ശിക്ഷയിലേക്ക് നീതിമാന്മാർ നിത്യ ജീവനിലേക്കും പ്രവേശിക്കുന്നു പറയുന്ന ഭാഗം നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ളത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ശിക്ഷാവിധി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പാടില്ല. 1 പത്രോസ് 3:20 വീണ്ടും പറയുന്നു, അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അന്നും. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ആ പെട്ടകം സഭയാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവിടെ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യ ഭാഗം വിശകലനം ചെയ്യുമ്പം എന്താ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത? തിന്മയ്ക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും, നന്മ സംരക്ഷിക്കപ്പെടും. തിന്മ ചെയ്തവർ നിത്യനാശത്തിലേക്ക് പോകും, നന്മ ചെയ്തവർ നിത്യ ജീവനിലേക്ക് കടന്നു പോകും എന്നുള്ള പരമമായ സത്യത്തെ പഠിപ്പിക്കുമ്പോൾ നാം ഓപ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സ്വാതന്ത്ര്യം വിനിയോഗിക്കേണ്ടത് നന്മയോട് ചേർന്ന് നിൽക്കുക എന്നതിലാണ്. തിന്മയിൽ അകന്നു നിൽക്കുക. എല്ലാവരും തിന്മ ചെയ്യുന്നു, പിന്നെ എനിക്കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന രീതിയല്ല ക്രിസ്തീയത എന്ന് പറയാം. നമ്മുടെ മനസ്സാക്ഷിയാണ് നിർമ്മിക്കുന്നതും നയിക്കുന്നതും. അതുകൊണ്ട് നന്മയോട് ചേർന്ന് നിൽക്കാം. അടുത്ത കാര്യം പറഞ്ഞതാണ് ഇതുപോലെ ചേർന്ന് പോകും. ഏലിയായുടെ കാലം ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ നമുക്കറിയാവുന്ന ആളാണ്. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ. ഒന്നും എഴുതിയിട്ടുള്ള ആൾ. അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു, അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ല. വലിയ രാജഭരണത്തിന് മുമ്പിൽ പോയതുകൊണ്ട് പറഞ്ഞു, നീ കാണിക്കുന്നത് തെറ്റാ. ആഹാബ് രാജാവിന് ജസബേൽ രാജയോട് മുഖത്ത് നോക്കിയപ്പോൾ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. നിങ്ങൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ നിഷേധിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഗ്രഹാരാധന രാജ്യം പോലെ നടപ്പാക്കിയിട്ട് യഥാർത്ഥ ആരാധന തള്ളിക്കളഞ്ഞതിൻ്റെ ശിക്ഷയായി 3 വർഷത്തേക്ക് ഇവിടെ മഴ പെയ്യില്ല എന്ന് പറഞ്ഞു. പ്രവാചകന്റെ വചനം ദൈവത്തിന് വചനം. 3 വർഷത്തേക്ക് കഠിനമായ വരൾച്ച. ഇപ്പം തന്നെ നമ്മൾ വിഷമിക്കുക. ചൂട് കൂടിക്കഴിഞ്ഞപ്പം ഭയങ്കരമായ ചൂട് 40-41 എത്തുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുക. അതുപോലെ സൂര്യാഘാതത്തിൽ ആളുകൾ മരിക്കുക, നമ്മൾ കിടന്ന് വിഷമിക്കുക. അങ്ങനെയാണ് ആലോചിച്ച് നോക്കിയ കാലഘട്ടത്തിൽ 3 വർഷത്തേക്ക് മഴ പെയ്തില്ല എന്ന് പറയുമ്പോൾ ആ രാജ്യം മുഴുവൻ ആകപ്പാടെ വിഷമിച്ചപ്പോൾ ഈ പ്രവാചകനെ അന്വേഷിച്ചു രാജാവ്. പ്രവാചകൻ നേരിട്ടങ്ങ് ചെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സത്യദൈവത്തെ നിഷേധിച്ചില്ലേ, അതുകൊണ്ട് കാർമൽ മലയിൽ നമുക്ക് ബലിയർപ്പിക്കാം. നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ പുരോഹിതന്മാരെ വിളിച്ചർപ്പിക്കാൻ ഞാനും അർപ്പിക്കുക. ആരുടെ ബലിയെ സ്വീകരിക്കുന്നതെന്ന് ഇപ്പം നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാവും. ആ വെളിപാടിന് വേണ്ടി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. കാർമൽ മലയെ വിളിച്ചുകൂട്ടി അവരെല്ലാം ഉറഞ്ഞു തുള്ളി, ബാലിൻ്റെ ദേവന്മാർ ഉറഞ്ഞു കൂട്ടി ബലി സ്വീകരിച്ചില്ല. അതേ സമയത്ത് ഏലിയ പ്രവാചകൻ അദ്ദേഹത്തെ ദൈവം നിയോഗിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അൾത്താരയുണ്ടാക്കി, അതിന് ചുറ്റും ചാലുകളുണ്ടാക്കി അതിന് മുകളിൽ കട്ട കെട്ടി 12 കട്ട കൊണ്ട് കട്ടിൽ പൂർത്തിയാക്കപ്പെട്ട് 12 ഗോത്രങ്ങൾ പ്രതികരിച്ച് അതിന് മുകളിൽ വിറകടിക്കതിന് ശേഷം ഈ ചാലുകൾ നിറയത്തക്ക രീതിയിൽ 7 കുടത്തിൽ വെള്ളം കൊണ്ട് നിറച്ചിട്ട് ജനം നോക്കതേക്ക് ദൈവമായ കർത്താവ് കണ്ണുകൾ ഉയർത്തിപ്പറഞ്ഞു, ദൈവമായ കർത്താവെ നീ ജീവിച്ചിരിക്കുന്ന ദൈവമാണെന്ന് ഈ മനുഷ്യരറിയുവാൻ വേണ്ടി ഈ ബലി സ്വീകരിച്ചാന്ന് പറഞ്ഞപ്പോൾ ഒറ്റ അഗ്നി ശക്തിയായിട്ട് ഇറങ്ങി വന്ന് ഈ ബലിവസ്തുക്കൾ മുഴുവൻ സ്വീകരിച്ച വെള്ളം മുഴുവൻ വറ്റിച്ചുകൊണ്ട് കടന്നുപോയി. പക്ഷേ മാനസാന്തരപ്പെട്ടില്ല, രാജ്യം മാനസാന്തരപ്പെട്ടില്ല. അപ്പോൾ അവരുടെ ഉടമ്പടി അനുസരിച്ച്, ശിക്ഷാപതി അനുസരിച്ച് ഈ പറയുന്ന എല്ലാ പുരോഹിതന്മാരെയും വധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇവളെന്ത് ചെയ്തു? കോപാകുലയായി നാളെ 24 മണിക്കൂറിൽ ഈ സമയത്ത് നിന്റെ ജീവൻ എടുക്കും, നിന്റെ കഴുത്തെ തല കാണും പറഞ്ഞപ്പോൾ ഭയപ്പെട്ടു ഓടി. പ്രവാചകൻ കടന്നു പോകുന്നത് പ്രതിസന്ധികളിലൂടെയാണ്, ഭയങ്കരമായ പ്രതിസന്ധികളിലൂടെ.
അത് ഭയങ്കരമായ ഭീകരമായ വെല്ലുവിളിയുടെ മുമ്പിലൂടെ ഓടിപ്പോയപ്പോൾ തളർന്നു വീണ് കിടന്നുറങ്ങിയപ്പോൾ ദൈവം ഭക്ഷണം കൊടുത്തു, കാക്കയെ കൊണ്ട് കൊടുപ്പിച്ചു. അവിടെ അദ്ദേഹം ദൗത്യം പൂർത്തിയാക്കിയിട്ട് പറഞ്ഞത് ഈ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയവർ അതിനെ ഏൽപ്പിച്ച് ജോലി പൂർത്തിയാക്കാൻ പറഞ്ഞതിന് ശേഷം ഏലിയ പ്രവാചകന്റെ എലീശ അനുയായിയുമായിട്ട് പോകുന്ന ഭാഗമാകുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം, അവിടെ അദ്ദേഹത്തിന് തൻ്റെ ജീവിതാന്ത്യത്തിൽ ദൈവത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ്. ദൈവം അയച്ച പ്രവാചകൻ ദൈവം തിരിച്ചു വിളിക്കുന്ന ഭാഗം പറഞ്ഞിട്ട് എലീശ പ്രവാചകൻ അനുയായിയായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഇന്നത്തെ വചനഭാഗം. അവിടെയും ആ ശിക്ഷ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ്. ഏത് ഉന്നത സ്ഥാനീയനായാലും ശരി, ദൈവത്തിൽ അകന്നു പോയാൽ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഗിൽഗാലിൽ വെച്ച് ആ വചനഭാവം നമുക്ക് ശ്രദ്ധിക്കുക. കർത്താവ് ഏലിയായ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീശായും ഗിൽഗാലിൽ നിൽക്കുകയായിരുന്നു. ഏലിയ എലീശായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവ് എന്നെ ബഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീശ പറഞ്ഞു, കർത്താവിനെയും ദൈവത്തെയും സാക്ഷിയാക്കി, അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ അങ്ങേ വിട്ടുമാറില്ല. അങ്ങനെ ബഥേലിലേക്ക് പോയി. ഇതൊരു വലിയ പരീക്ഷണം. അതായത് ഇവിടെ നടക്കാൻ പോകുന്നൊരു കാര്യം, അതായത് ഈ പ്രവാചകന്റെ ശിഷ്യൻ എലീശയാണ്. യഥാർത്ഥ ശിഷ്യത്തിലേക്ക് അത് ക്ഷണിക്കപ്പെടുക. അനുഗാമി ഉണ്ടാകും. അനുഗാമി ഏകാഗ്രചിത്തയുള്ള ആളായിരിക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ അതിശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരണം. അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇന്നടത്ത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ബഥേലിൽ ചെന്ന് കഴിയുമ്പോൾ പ്രവാചകത്തിന് ശിഷ്യന്മാർ ഗ്രഹം അവിടെ നിൽക്കുകയാണ്. ഇന്നും നിൻ്റെ യജമാൻ എടുക്കപ്പെടുന്ന നിനക്കറിയാവോ, നിശബ്ദരായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ഏകാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒച്ചവയ്ക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും 1ഉം 2ഉം പ്രാവശ്യത്തിലേക്ക് കടന്നു വന്ന് പിന്നെ ജെറീക്കോയിലേക്ക് കൊണ്ടുപോയി അവസാനം പറഞ്ഞ് യോർദാനിലേക്ക് കൊണ്ടുപോയി. യോർദാന് ചെന്നപ്പോൾ തൻ്റെ അങ്കി വെള്ളത്തിൽ അടിച്ച് വെള്ളം 2ആക്കി മാറ്റി ഇക്കരെ കിടന്നപ്പോൾ, നീ എന്നാണ് എന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ചോദിച്ചപ്പോൾ, അങ്ങേ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ എടുക്കപ്പെടുന്ന നീ കാണുകയാണെങ്കിൽ നിനക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഭാഗം അവസാനം അദ്ദേഹത്തിന് കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് കിട്ടി. അതായതാണ് ആ ഭാഗം വായിച്ച് നമുക്ക് കൂടുതൽ ധ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സമയത്തിന് കുറവുകൊണ്ട് അതിലേക്ക് ആ വചനഭാഗം പ്രത്യേകത്ത് വായിക്കാൻ പോകുന്ന സംഗതി ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അഗ്നിരഥത്തിൽ ഏലിയ എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അതൊരു കാവ്യാത്മകമായ ആവിഷ്കാരമായിട്ട് വേണം കാണാനായിട്ട്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഒട്ടത്തിലുണ്ട്. കാവ്യാത്മകമായിട്ട് അനുഭവമാണ്. ദൈവത്തിലേക്ക് ചേർന്നു, ദൈവത്തിലേക്ക് തിരിച്ചു വിളിച്ചത് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. 3 തവണ ഈ എലീശയെ പരീക്ഷിച്ചു. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞ ഈ യാത്ര, ഇസ്രായേൽ നടത്തിയ യാത്രയുടെ വിപരീത തലത്തിലുള്ള യാത്രയാണ്. ഗിൽഗാൽ എന്ന് പറയുന്നത് പണ്ട് ഇസ്രായേൽ ജനം എത്തിയ ഗിൽഗാൽ, അത് മറ്റൊരു ഗിൽഗാലാണ്. അതുകൊണ്ട് ബഥേലിൽ നിന്ന് 12 കിലോമീറ്റർ വടക്ക് യോർദാൻ നദീതടത്തിൽ നിന്നുള്ള അവിടെയുള്ള ഗിൽഗാലാണ് ഈ ഗിൽഗാൽ എന്ന് പറയുന്നത്. ബഥേലിൽ നിന്ന് 12 കിലോമീറ്റർ അകലെ. അപ്പോൾ ഈ ശിഷ്യന്മാർ പറയുന്ന ആ ദിവസം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആഘോഷമായ യാത്ര, ആഘോഷമൊന്നും വേണ്ട, ഏകാഗ്രത പ്രാർത്ഥിക്കരുത്, അതുകൊണ്ട് നിശബ്ദരായിരിക്കുവാൻ എന്ന് എലീശ പറയുക. അപ്പോൾ ഇരട്ടി പങ്ക് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ആദ്യജാതന് ഇരട്ടി പങ്കാണുള്ളത്. നിയമാവർത്തനം 21:17 പറയുന്ന അപ്പോൾ നിന്റെ ആദ്യജാതനായിട്ട് എന്നെ പരിഗണിക്കണം, എനിക്ക് ഇരട്ടി പങ്ക് കിട്ടണം എന്ന് ആവശ്യപ്പെടുന്ന ന്യായമായ ഒരു കാര്യമാണ്. ഒരു കാവ്യാത്മകമായ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുക. നീതി അല്ലെങ്കിൽ തീക്കുതിരകളെ പൂട്ടിയ രഥവും ചുഴലിക്കാറ്റെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാവനയിലൂടെ അത് ദൈവാവിഷ്കാരത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് വളരെ ദൈവീയ വെളിപാടിൻ്റെ ഭാഷയാണ്. അഗ്നിയും കാറ്റുമൊക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവതരിപ്പിക്കാൻ മനുഷ്യന് പറ്റുന്ന അടയാളങ്ങളാണ് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. അതായത് അഗ്നി, കൊടുങ്കാറ്റ്, ഭൂകമ്പം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അഗ്നിയും കാറ്റുമൊക്കെ കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ദൈവമേ, സംഗീതങ്ങൾ പറയുന്നില്ല. സംഗീതം 18:10 എന്താ പറയുന്നത്? കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു വന്നു, കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പറന്നു വന്നു എന്ന് പറഞ്ഞ സംഗീതങ്ങൾ പറയുമ്പോൾ അത് കാവ്യാത്മകമായ ആവിഷ്കാരമാണ്. ദൈവം കടന്നു വന്നാൽ മാത്രമേ അതിനെ അർത്ഥമാക്കുന്നുള്ളൂ. സംഗീതം 104:3 പറയുന്നു, അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകളിൽ സഞ്ചരിക്കുന്നു എന്നും പറയുന്നില്ലേ? ഇപ്പം മനോഹരമായ ഭാഷയാണ് സംഗീതത്തിൽ അത് പറയുന്നു. അതുകൊണ്ട് എസെക്കിയാ പ്രവചനം 1:4 ഞാൻ നോക്കി, ഇതാ വടക്ക് നിന്നും ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്നു, ഒരു വലിയ മേഘവും അതിന് ചുറ്റും പ്രകാശം പരത്തി ജ്വലിക്കുന്ന തീയുടെ നടുവിൽ മിന്നി തിളങ്ങുന്ന വെള്ളാട് പോലെ എന്തോ ഒന്ന് ഞാൻ കണ്ടു. അതായത് എസെക്കിയാ പ്രവാചകന്റെ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ ഈ വെളിപാടിലൂടെയാണ് എന്ന് പറഞ്ഞാൽ
ദൈവ സാന്നിധ്യത്തിൻ്റെ തികവ് പ്രവാചകൻ അനുഭവപ്പെട്ടു എന്നത് കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ അതാണ് നീ എവിടോട്ടാ പോകുന്നത് ചോദിച്ചതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ കാര്യം അവതരിപ്പിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ദൈവം എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം. ഇപ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു പറഞ്ഞാൽ ദൈവത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് അർത്ഥമാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാവനയെ നാടകീയമായി മരിച്ചയാളെ പ്രത്യേകമായിട്ട് രഥം കൊണ്ടുവന്ന് പെട്ടെന്ന് പൊക്കി കൊണ്ടുപോയി എന്നുള്ളതൊക്കെ അങ്ങനെ കാഴ്ചപ്പാക്കാനുള്ള ദൈവത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് എടുക്കപ്പെട്ടു. ഏലിയ എന്ന് പറയുന്നത് മത്തായി 27:40-49. അപ്പോൾ അടുത്തു നിന്നവരിൽ ചിലർ ഇത് കേട്ട് പെട്ടെന്ന് പറഞ്ഞു, ദൈവത്തെ കർത്താവ് തന്നെ കാൽവരിയിൽ എൽ ലാമ സബക്താനി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞിട്ട് അവൻ ഏലിയായെ വിളിച്ച് അപേക്ഷിക്കുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഏലിയായെ വിളിച്ചപ്പോൾ ഏലിയ വീണ്ടും വരും എന്നൊക്കെ വിശ്വാസം അവർക്കുണ്ടായിരുന്നു ലോകാവസാനത്തിന് മുമ്പ്. വീണ്ടും ഓൾഡ് ടെസ്റ്റ്മെന്റിലെ പ്രത്യേകിച്ച് പ്രഭാഷകന്റെ പുസ്തകം 48:9-10 യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിന് നിശ്ചിതമായും തണുത്ത ഏലിയ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മലാക്കി പ്രവാചകൻ 4:5 പറഞ്ഞ് കർത്താവിന്റെ മഹത്വവും ഭീതിജനകവുമായ ദിവസത്തിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളെ അടുത്തേക്ക് അയക്കും എന്ന് ദൈവം പറയുന്നതിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. ഏലിയ വീണ്ടും വരും. ഈ ഏലിയാണ് താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ കണ്ടെത്തിയ ഒരു വ്യക്തി. ഈശോ കാണുകയാണ്, ഈശോയുടെ കൂടെ കാണാം. അപ്പോൾ അതുകൊണ്ട് എന്താ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യം, അതായത് തീക്ഷ്ണതയാൽ ജ്വലിച്ച ഒരു ജീവിതം, ആ ജീവിതത്തിൽ നൽകപ്പെട്ട ദൗത്യം അത് അക്ഷരാർത്ഥത്തെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പം ദൈവം ആ പ്രവാചകനെ തന്നിലേക്ക് എടുത്തു എന്നാ മനസ്സിലാക്കുക. സമർപ്പിത ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം അങ്ങോട്ട് എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരുപാട് തളർച്ചയും ഒരുപാട് തകർച്ചയും ഒരുപാട് വേദനയും ഒരുപാട് വിഷമവും ഒരുപാട് സംഘർഷങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അല്ലാതെ പ്രവാചകൻ ത്രൂഔട്ടായിട്ട് മനസാന്നിധ്യത്തോടുകൂടി തൻ്റേടമായിട്ട് നടക്കുക ആയിരുന്നില്ല. ചിലപ്പോൾ ഒക്കെ പതറിപ്പോയി, തകർന്നുപോയി, പേടിച്ചുപോയി, ഓടി, ഭയപ്പെട്ട 24 മണിക്കൂർ നിന്റെ കടുത്ത തല കാണില്ലെന്ന് രാജ്ഞി വിളംബരം ചെയ്തപ്പം ഭയപ്പെട്ട് ഓടി ചെന്ന് തളർന്ന് വീണപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ കാക്കകളെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ച് ദൈവം വീണ്ടും കൊടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് ഓടാൻ പറഞ്ഞ് അവസാനം ദേവീയ വെളിപാടിന് ഉറവിടമായ ഹോറബ് മലയുടെ ഗുഹയിൽ പോയി അവിടെ കിടന്ന് വിഷമിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ദൈവം ചോദിച്ചു, എലിയ നീ എന്തെടുക്കുകയാണ്? ഞാൻ സൈന്യങ്ങൾ കർത്താവായ ദൈവത്തെ പ്രതി തീഷ്ണത ജോലിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ ഇറങ്ങി വരുവെന്ന് പറഞ്ഞിട്ട് നിന്റെ ദൗത്യം നീ പൂർത്തിയാക്കണമെന്ന് ദൗത്യം ഓർമ്മിപ്പിച്ച് കൊടുക്കുന്നതാണ് നാം കാണുന്ന സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നിലേക്ക് സ്വീകരിച്ചു. അപ്പോൾ പ്രവാചകന് എപ്പോഴും പരിമിതിയുണ്ട്, പക്ഷേ ദൈവവചനത്തിന് പരിമിതി ഒന്നുമില്ല. അതാണ് കാണുന്നത്. ഇപ്പോൾ എലീഷ പിന്നീട് നാം കാണുന്നു. എലീഷ ഈ പറഞ്ഞ 2 പങ്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തുമേ 2 പങ്ക് വന്ന് ചേർന്നു. അതിൻ്റെ അർത്ഥമാണ് ആ മേലങ്കി കൊണ്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം വെള്ളത്തിലടിച്ചു, വെള്ളം മീനും 2ആയിട്ട് വിഭജിച്ചു. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഏലിയയുടെ ആത്മാവ് എലീഷായിലുണ്ട്. അപ്പോൾ എലീഷായിലുണ്ട്, അതുകൊണ്ട് അദ്ദേഹം തേരും തേരാളിയുമായിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായിട്ട് മാറി എലീഷ പ്രവാചകൻ്റെ ജീവിതത്തെ കാണുമ്പം അതാണ് അത് പ്രത്യേകമായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ഏലിയ നീതിയുടെ പ്രവാചകനായിരുന്നുവെങ്കിൽ എലീഷ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. അതുകൊണ്ട് അതായത് സംഭവങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതാണ് മനസ്സിലാക്കുക. കാരുണ്യത്തിൻ്റെ പ്രവാചകനായിട്ട് എലീഷ മാറുകയാണ്. ഇപ്പോൾ ഏലിയയുടെ ആത്മാവ് അതിൻ്റെ ഇരട്ടി പങ്ക് സ്വീകരിച്ച ഒരു വ്യക്തിയായിട്ട് ഈ പ്രവാചകൻ മാറുന്നു. ഇപ്പോൾ ഇവിടുന്ന് എന്താ മനസ്സിലാക്കുന്നത്? ആദ്യം വായനയിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമായി ദൈവാത്മാവ് കടന്നു വന്ന് മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതും ദൈവത്തിന് ഹിതം നിർവഹിക്കത്തക്ക രീതിയിൽ പ്രവാചകനെ രൂപീകരിക്കുന്നതും ദൈവത്തിന് വഴി കാട്ടാനുള്ള തീജ്വാലയായിട്ട് മാറുന്നതുമാണ്. പിന്നീട് നാം കിടന്നു റോമാക്കാക്കളെന്ന 8-ാം അധ്യായം. റോമാക്കാക്കളെന്ന 8-ാം അധ്യായം മുഴുവൻ ആത്മാവുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അതായത് 5, 6, 7 അധ്യായങ്ങൾ റോമാക്കൾ ലേഖനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡോക്മാറ്റിക്കായിട്ട് പാപത്തിൽ നിന്നുള്ള മോചനം, നിയമത്തിലുള്ള മോചനം, മരണത്തിലുള്ള മോചനം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ പൂർണ്ണമായ മോചനത്തെക്കുറിച്ച് അവതരിപ്പിച്ചതിന് ശേഷം പൂർണ്ണ മോചനം പ്രാപിച്ച വ്യക്തി പിന്നെ എന്താ? അതിൻ്റെ അസ്തിത്വം ദൈവാത്മാവിലാണ്. ആ ആത്മാവിന്റെ ജീവിതത്തെക്കുറിച്ച് റോമാക്കൾ 8-ാം ആദ്യത്തെ അവസാനം വരെയും പറയുന്നത്. അതുകൊണ്ടാണ് ആബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്ര അരൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന അടിമത്വത്തിൻ്റെതല്ല. അതുകൊണ്ട് ആബാ പിതാവെ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമായിരിക്കുന്നെങ്കിൽ അതുകൂടെ രക്ഷപ്രാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മനോഹരമായ അധ്യായം, അതായത് ആത്മാവിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ 1 തൊട്ട് 11 വരെ വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചും ആത്മാവിന്റെ ജീവിതത്തെക്കുറിച്ചും ആമുഖമായിട്ട് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുക. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. തിന്മയുടെ ശിക്ഷയിൽ നിന്ന് മോചിതരായിരിക്കുന്നു. അതിൻ്റെ മാർഗം എന്താ? യേശുക്രിസ്തു ഐക്യപ്പെട്ടിരിക്കുന്ന ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുക്രിസ്തുവിലെ ജീവാത്മാവിൻ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാക്കിയിരിക്കുന്നു.
അപ്പോസ്തലനെ റോമാക്ക ലേഖനത്തിൻ്റെ ആദ്യ അവസാനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡോക്മാറ്റിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കും. ആദ്യ ഭാഗം 1 തൊട്ട് 4 വരെയുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ഇതിന് മുമ്പുള്ള അവസ്ഥ, ദൈവിക വെളിപാട് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിനുശേഷം 4 അധ്യായം ഒന്നതിന് ശേഷം 4 അധ്യായം വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ട് അബ്രഹാമിന്റെ വിശ്വാസം, ആളുടെ വിശ്വാസം വിശദീകരിച്ചതിന് ശേഷമാണ് പിന്നെ എടുത്തങ്ങ് പറയുക എന്താണ് പാപമോചന പ്രക്രിയകൾ സംഭവിച്ചത്. രക്ഷാകര പദ്ധതിയിൽ 5 അധ്യായത്തിൽ മരണത്തിലുള്ള മോചനം, പിന്നീട് 6 അധ്യായം നിയമത്തിലുള്ള മോചനം, പിന്നീട് പാപത്തിൽ നിന്നും നിയമത്തിൽ നിന്നും മരണത്തിലുള്ള മോചനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സമഗ്രമായ മോചനം അവിടെ അവതരിപ്പിച്ചതിന് ശേഷമാണ് 7 അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് എടുത്ത് അവതരിപ്പിക്കുക, ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. അവിടെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹം നന്മയല്ല തിന്മ ചെയ്തു പോകുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനല്ല അത് ചെയ്യുന്നത്, അത് എന്നുള്ള പാപമാണ്. അതുകൊണ്ട് ഞാൻ ഈ പാപത്തിൻ്റെയും ഈ നന്മയുടെയും ഇടയ്ക്ക് കിടന്ന് ഉയരുക, ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചുകൊണ്ട് വിഷമിച്ചിട്ട് ആരെന്നെ അവസ്ഥയിൽ മോചിപ്പിക്കുന്ന നിലവിളിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹായ്ക്ക് കൃപയായിരിക്കട്ടെ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ 7-ാം അധ്യായത്തിൽ കടന്നു. മനുഷ്യന്റെ ദുരവസ്ഥയെക്കുറിച്ച് അവതരിപ്പിച്ചതിന് ശേഷം ആ ദുരവസ്ഥയ്ക്ക് പരിഹാരം രക്ഷാകര കർമ്മത്തിലൂടെ നാം നേടിയെടുത്ത നന്മയാണെന്ന് പറഞ്ഞിട്ട് 8-ാം അധ്യായത്തിലേക്ക് അതിൻ്റെ ഭംഗിയായ ഭാഗങ്ങളിലേക്ക് കടന്നു വരിക. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായിട്ട് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപപരക ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവപുത്രൻ്റെ ശരീരത്തെ ശിക്ഷ വിധിച്ചു, നമ്മുടെ പാപങ്ങൾ അവിടുന്ന് വഹിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ അനുസരിച്ച് ജീവിക്കാം. ശരീരത്തിൻ്റെ ആ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ജഡികമായി ജീവിക്കുന്ന ഞാൻ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. കണ്ടോ, ജഡവും ആത്മാവെന്നുള്ള വ്യത്യാസം എടുത്ത് പറയാം. ജഡികമായ കാര്യങ്ങൾ ജീവിക്കുന്നു, ഞാൻ ജഡികമായ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്കും ആത്മ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും തിരികെ. സത്യമല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലേ? എന്ത് കൊലപാതകങ്ങൾ നടക്കുന്നു? ഇതിനൊക്കെ പിമ്പിലെന്താണ്? മദ്യലഹരി, അല്ലെങ്കിൽ വേറെ എന്താ? സ്ത്രീ വിഷയം, ഇതൊക്കെയല്ല നടക്കുന്നത്. അപ്പം ജഡികമായ കാര്യങ്ങൾ വ്യാപരിക്കുന്നത് മരണത്തിലേക്ക് പോകുന്ന സംശയമല്ലോ ഉണ്ടോ? ആത്മാവ് ജീവിക്കുന്ന ജീവനിലേക്കും പോകുന്നു. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടുന്നില്ല, കീഴ്പ്പെട്ടാൽ അതിന് സാധിക്കുകയുമില്ല. അതുകൊണ്ട് ജഡിക പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, നിങ്ങൾ ആത്മീയരാണ്. അതുകൊണ്ട് പലപ്പോഴും മീഡിയകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനെതിരായിട്ടും വിശ്വാസത്തിനെതിരായിട്ടും കേൾക്കുമ്പോൾ നമ്മളൊന്നും അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ജഡത്തിൻ്റെ ചിന്തക പ്രേരിതരായിട്ട് പറയുന്നവർക്ക് ആത്മാവിൻ്റെ ചിന്തകൾ മനസ്സിലാവുകയില്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായി മാറിയിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിന് ജീവൻ. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവാത്മാവാണ്. മാമോദിസ ദൈവാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് നിങ്ങൾക്ക് മോചനം നൽകിയിട്ട് നിങ്ങളെ ജീവിപ്പിക്കും. റോമ 8:1-11 വാക്യങ്ങളായി പറയുന്നത്. അപ്പോൾ പാപത്തിന് വിരുദ്ധമായിട്ടാണ് ദൈവികമായ ആത്മാവ് കടന്നു വരുന്നതും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഈശോയുടെ പ്രവൃത്തി മൂലമാണ്. അപ്പോൾ ദുരവസ്ഥയിൽ നിന്ന് മോചനമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ റോമാക്കാർക്ക് ലേഖനത്തിൽ 7-ാം അധ്യായം 7-24 വാക്യങ്ങൾ മനുഷ്യൻ ദുരവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് പാപമോചനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആത്മാവിലെ ജീവിതം പരമ്പരാഗതമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ആ വിശ്വാസപ്രകാരം അത് പുതിയ ഉടമ്പടിയാണ്, അതൊരു വാഗ്ദാനമാണ്. ജെറമ്യാ 31:31 പറയുന്നു, ആത്മാവിൻ്റെ അടുത്ത ഒരു ഉടമ്പടിയെ പ്രവേശിക്കാം. നമുക്കൊരു പുതിയ ഉടമ്പടി ഉണ്ടെന്നും അത് കൽപ്പനകളിൽ എഴുതിയ ഉടമ്പടിയല്ല, ആത്മാവിൽ ഹൃദയത്തിൽ എഴുതപ്പെട്ട ഉടമ്പടിയാണെന്ന് പ്രവാചകൻ പറയാൻ കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇത്ര മനോഹരമായ വചനമാണ്. കർത്താവ് ആത്മാവാണ്. 2 കൊറിന്ത്യൻസ് 3:6-17 വാക്യങ്ങളിലാണ് പറഞ്ഞു. അപ്പോൾ ജഡവും ആത്മാവെന്നുള്ള വൈരുദ്ധ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം അത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം ഐക്യപ്പെട്ടിരിക്കുന്ന ഈശോയിലൂടെയാണ്, ഈശോയിലേക്കാണ്. അപ്പം നമ്മൾ കൃപയുടെ മക്കളായിട്ട് മാറിയ പാപത്തിൻ്റെ മക്കളല്ല. അതുകൊണ്ട് പുത്രൻ വഴിയായിട്ടാണ്, പുത്രൻ്റെ മേൽ ദൈവം ശിക്ഷ വിധിച്ച പാപത്തിന് അതുവഴിയായിട്ട് നമ്മളുടെ ആ മേലുള്ള ശിക്ഷ ആ പുത്രൻ തന്നെ നിറവേറ്റി കഴിഞ്ഞേക്കാം. നമുക്ക് കൃപ അതിന് പകരമായി നൽകി പാപപരിഹാര ബലിയായിട്ട് ഈശോ
മരിച്ചവരുടെ മരണത്തെ പിതാവ് സ്വീകരിച്ചു. അതുകൊണ്ട് നാം അനുസരണമുള്ള മക്കളായി തീരുമ്പോൾ അത് മാമോദിസായിലൂടെ ഈ ഐക്യപ്പെടൽ സംഭവിക്കുകയാണ്. അപ്പോൾ ആ വിധത്തിൽ നമ്മൾ പുതിയ ജീവിത ശൈലിയിലേക്ക് കടന്നു വരുന്നു, മരണത്തിനപ്പുറത്തേക്ക് ജീവനിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ജഡികമായുള്ള മനുഷ്യൻ ആത്മാവിൻ്റെ ശത്രുമാണ്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ നമ്മൾ സ്വീകരിക്കുന്നത് ഈശോ മിശിഹായിലൂടെ ഐക്യപ്പെട്ട് പോകുമ്പോൾ ദൈവാത്മാവാണ് മിശിഹായ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത്. അതുപോലെ നാമം ഉയർപ്പിക്കപ്പെടുമെന്ന് പറയുന്ന ഭാഗം നമ്മുടെ സമാപനത്തിൽ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് ധ്യാനാത്മകമായ കാര്യമാണ്. സമാപനത്തിൽ സുവിശേഷത്തിലുള്ള യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 19 തൊട്ട് 21 വാക്യങ്ങൾ കർത്താവിനെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. അന്ത്യവിധിയെക്കുറിച്ച്, അതുകൊണ്ട് ആത്മാവിൻ്റെ വരവിനെക്കുറിച്ച് ഒക്കെ ഭംഗിയായിട്ട് ഈശോ വളരെ വ്യക്തമായിട്ട് സത്യമായി നമ്മോട് പറഞ്ഞവർ മരിച്ചവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നുവല്ലോ, അത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്ന ഭാഗം അമൃത സംസ്കാര വേളകളിലൊക്കെ അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രന് ചെയ്യുന്നതെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇതിലും വലുതായ കാര്യങ്ങൾ പ്രവർത്തിയിൽ അവിടുന്ന് തന്നെ നിങ്ങളെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്ന പോലെ തന്നെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ പ്രദാനം ചെയ്യും. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെ ആദരിക്കേണ്ടതിനാണിത്. പുത്രനെ ആദരിക്കാത്തവർ ആരും പിതാവിനെ ആദരിക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. വീണ്ടും നമ്മൾ ആവർത്തിച്ച് പറയാം, സത്യമായി നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. പ്രത്യേക മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നമ്മുടെ മരണം എന്ന് പറയുന്നത് മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. അവൻ ജീവനിലേക്ക് കടന്ന് സത്യസത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ച ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നല്ല, അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വരം കേൾക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ തന്നെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അവകാശവും നൽകപ്പെട്ടിരിക്കും. പുത്രനാണ് വിധി. വീണ്ടും പറയാൻ, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്നാൽ കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. ഇത് മൃതസംസ്കാരമെല്ലാം കേൾക്കുന്ന കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാ ഉയർപ്പിനുമായി പുറത്തു വരും. നാം അത് ആരംഭിച്ചപ്പോൾ തന്നെ, ഈ പ്രവാഹം ആരംഭിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ പ്രമേയം എടുത്തു പറഞ്ഞിരുന്നു. അതായത് ദൈവം, നാം വെളിപാടിന് ദൈവം എന്ന് പറയുന്നത് വെറും ഒരു പരാശക്തിയല്ല, അത് വ്യക്തിയാണ്. സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി, ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി, നന്മയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തി. അതുകൊണ്ട് ആ കാര്യം തെറ്റുകളെ ക്ഷമിക്കുന്ന എല്ലാം കർത്താവ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സംശയവുമില്ല, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പുത്രനും പിതാവും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പാത്ത് തന്നെ പുത്രൻ 10 പ്രാവശ്യം പുത്രൻ എന്ന് പറയുന്നുണ്ട്, പിതാവിന് 7 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ പ്രവൃത്തിയുടെ അടയാളമായിട്ട് മറ്റ് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് എടുത്തു കാണിച്ചു. അപ്പം പാപമാണ് വിശ്വാസമില്ലായ്മ. വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നതാണ് പാപം. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളെ പാപത്തിൽ മരിക്കും. യോഹന്നാൻ 8:24. അതൊന്നുകൂടെ പറയുക, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. അന്ന് അവിടെ വെളിപ്പെട്ടതാണ്, മോശയ്ക്ക് വെളിപ്പെടുക. ഞാൻ തന്നെ എന്ന് പറഞ്ഞ കാര്യം, യാഹ്വേ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. അപ്പോൾ സ്നേഹമില്ലായ്മയാണ് വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് ജീവൻ നൽകുവാനും സമൃദ്ധമായി നൽകുവാനാണ് ഈശോ വന്നിരിക്കുന്നത്. അതിൻ്റെ അടയാളമായിട്ടാണ് ഈ രോഗശാന്തിയൊക്കെ അടയാളമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അന്ത്യവിധിയുണ്ട്. അതുകൊണ്ട് വിധി ഇല്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് ഏത് നന്മയും ഏത് പ്രവൃത്തിയും നമ്മൾ പ്രവർത്തിച്ചാൽ അതിന് ഫലമുണ്ടാകും, തിന്മ പ്രവർത്തിച്ചാൽ വിധി ഉണ്ടാകുന്ന കാര്യം കൂടി പറ്റും. അപ്പം നമ്മൾ കടന്നു പോകുന്നത് ഒരു ക്രൈസിസിലൂടെ ഒരു വേർതിരിക്കൽ അവസാനം ഉണ്ടാകും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു വേർതിരിവുണ്ട് അവസാന വിധിനാൽ. അതുകൊണ്ട് തിന്മയ്ക്ക് ശിക്ഷ ഉണ്ടാകുന്നതിന് ഒരു സംശയവുമില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പിതാവിനെ ബഹുമാനികളെ പുത്രനെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഇന്നത്തെ ചിന്ത,
ഉയർപ്പ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത് നിത്യസത്യജ്ഞത. നിങ്ങളുടെ ജീവിതം ലക്ഷ്യപൂർണ്ണമായിരിക്കേണ്ടതാണ്, ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ അവസാനിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന മനോഹരമായൊരു നിത്യജീവനുണ്ട്. അതിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസത്തിലൂടെയാണ്. വിശ്വസിക്കാമെന്ന് സ്നേഹിക്കാമെന്നതിൻ്റെ അർത്ഥം. സ്നേഹം തന്നെയായി ദൈവത്തോട് പ്രതികരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയും. അപ്പോൾ ആ വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് രക്ഷാകര പദ്ധതിയുടെ ഓരോ ഘട്ടങ്ങളിലും പ്രവാചകന്മാർ വഴി, ഏലിയ പ്രവാചകന്മാർ വഴി, പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അന്നത്തെ ശിക്ഷ അനുസരിച്ച് നോഹന ജലപ്രളയത്തിലൂടെയാണെങ്കിലും പഠിപ്പിച്ച പാഠങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും പിന്നീട് അങ്ങോട്ട് പൗലോസ്ലിയാവുള്ള വ്യക്തമായിട്ട് റോമാക്ക ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർപ്പിച്ച് ഈശോ തന്നെ പറയും, സത്യം ഞങ്ങൾ പറയുന്നു, കല്ലറയിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നല്ല, വന്നു കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുന്ന നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് ഇടയാകട്ടെ. കർത്താവിശ്വം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.